കഴിഞ്ഞ ദിവസം എല്ലായിടത്തും ട്രെൻഡിങ് ആയിട്ടുള്ളൊരു വാർത്തയായിരുന്നു മൈക്രോസോഫ്റ്റിൻ്റെ ഔട്ടേജ്. അതുകൊണ്ട് ഫ്ലൈറ്റ് ബുക്കിംഗ് അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ തടസ്സപ്പെട്ടു എന്നുള്ള വാർത്തയാണ് നമ്മൾ കണ്ടത്. ഒരു സർവീസ് ഡൗൺ ആകുമ്പോഴാണ് നമ്മൾ അതിനെ ഔട്ടേജ് എന്ന് പറയുന്നത്. ശരിക്കും മൈക്രോസോഫ്റ്റിന് ആ ദിവസം ഔട്ടേജ് ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. അത് പക്ഷേ മൈക്രോസോഫ്റ്റിൻ്റെ ക്ലൗഡ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള അഷ്യൂറിൻ്റെ ഒരു ഇഷ്യൂ ആയിരുന്നു. അഷ്യൂറിൻ്റെ സെൻട്രൽ US റീജിയനിലുള്ള കസ്റ്റമേഴ്സിനെയാണ് അത് അഫക്റ്റ് ചെയ്തത്. സോ ഈ ക്ലൗഡ് സർവീസിനെ തന്നെ ആശ്രയിച്ചിരിക്കുന്ന മൈക്രോസോഫ്റ്റിൻ്റെ 365 ടീംസ്, പവർ BI അങ്ങനെ ഒരുപാട് ആപ്സ് ആൻഡ് സർവീസസിനെ ഇത് അഫക്റ്റ് ചെയ്തു. പക്ഷേ പിന്നീട് അത് അവർ സോൾവ് ചെയ്യുകയും ചെയ്തു. എന്നാൽ പിന്നീട് വന്നിട്ടുള്ള ബ്ലൂ സ്ക്രീൻ ഇഷ്യൂ ആണ് വാർത്തകളിൽ കൂടുതൽ സ്പ്രെഡ് ആയത്. മൈക്രോസോഫ്റ്റ് ഔട്ടേജ് എന്നുള്ളൊരു തലക്കെട്ടിലാണ് ഇത് വന്നതെങ്കിലും ശരിക്കും ഇത് മൈക്രോസോഫ്റ്റിൻ്റെ ഇഷ്യൂ ആയിരുന്നില്ല. മൈക്രോസോഫ്റ്റ് വിൻഡോസിലെ ഏറ്റവും ഇറിറ്റേറ്റ് ചെയ്യിക്കുന്ന എറർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമില്ലാതെ പറയാം, അത് ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് എററാണ്. സഡൻ ആയിട്ട് വരുന്ന ഒരു ബ്ലൂ സ്ക്രീൻ, അതൊരു OS ബൂട്ടാകുന്ന പോയിന്റിലോ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ സംഭവിക്കാം. ഇപ്പോൾ സ്റ്റോപ്പ് സ്ക്രീൻ അല്ലെങ്കിൽ സ്റ്റോപ്പ് എറർ എന്നൊക്കെ വിളിക്കുന്ന ഈ ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് ഇത് OSൻ്റെ കേണൽ ലെവലിലുള്ള ഒരു എററാണ്. സാധാരണ ഒരു ആപ്പ് ക്രാഷ് ആവുന്ന പോലല്ല ഒരു മുഴുവൻ OSും ക്രാഷ് ആവുന്നത്. അതിൻ്റെ ഇമ്പാക്റ്റ് വലുതായിരിക്കും. പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ. സ്ക്രീൻ ഓഫ് ഡെത്ത് എന്നുള്ള വാക്കിൽ നിന്നാണ് ഇതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാം. പല കാരണങ്ങൾ കൊണ്ട് ഈ എറർ ഉണ്ടാവാം. ഒന്നുകിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം, ഹാർഡ്വെയറിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡ്രൈവർ സോഫ്റ്റ്വെയറിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെ ഇത് സംഭവിക്കാം. കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള വിൻഡോസിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ മെക്കാനിസമാണ് BSOD എന്ന് പറയുന്നത്, ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത്. ആ വിൻഡോയുടെ അകത്ത് ഒരു എറർ കോഡ് ഉണ്ടാവും. ആ എറർ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻ ആ എറർ കോഡ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത്തരത്തിൽ 100 കണക്കിനുള്ള സ്റ്റോപ്പ് കോഡുകൾ അല്ലെങ്കിൽ എറർ കോഡുകളുണ്ട്. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഔട്ടേജ് എന്ന് പറയുന്നത് അത് വിൻഡോസിൻ്റെ അപ്ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ആയിരുന്നെങ്കിൽ അത് OS യൂസ് ചെയ്യുന്ന അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്ത എല്ലാവർക്കും പ്രശ്നം ഉണ്ടാകേണ്ടതാണ്. ഇത് കൂടുതലായിട്ടും എൻ്റർപ്രൈസ് കസ്റ്റമേഴ്സിനെയാണ് അഫക്റ്റ് ചെയ്തത്. അതിന് കാരണം എന്ന് പറയുന്നത് ക്രൗഡ് സ്ട്രൈക്ക് എന്നുള്ള കമ്പനിയാണ്. ക്രൗഡ് സ്ട്രൈക്ക് ഒരു അമേരിക്കൻ സൈബർ സെക്യൂരിറ്റി ഫേമാണ്. സോ അവരുടെ ഫാൽക്കൺ എന്നുള്ള ആൻറ്റിവൈറസ് ഇത് റണ്ണിങ് ആയിട്ടുള്ള വിൻഡോസ് മെഷീനെയാണ് ഇത് അഫക്റ്റ് ചെയ്തത്. ഫാൽക്കൺ സെൻസർ എന്ന് പറയുന്നത് ഒരു ഏജന്റ് ആണ്. ഒരു സിസ്റ്റത്തിനെ ഡീപ്പായിട്ട് മോണിറ്റർ ചെയ്ത് സെക്യൂരിറ്റി പ്രശ്നങ്ങളും സസ്പീഷ്യസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും ഒക്കെ അനലൈസ് ചെയ്ത് സിസ്റ്റത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഈ സെൻസർ ആപ്ലിക്കേഷന് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഡീപ്പ് ലെവലിലുള്ള ആക്സസ് ആവശ്യമാണ്. അതുകൊണ്ട് അത് കേണൽ ലെവലിൽ നിന്നിട്ടാണ് റൺ ചെയ്യുന്നത്. കേണൽ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കോർ കമ്പോണന്റ് ആണ്. സോ ഇവിടെ ഈ സെൻസർ സോഫ്റ്റ്വെയറിന് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ഒരു ഡ്രൈവർ ആവശ്യമാണ്. ഈ ഡ്രൈവറിൽ വിൻഡോസ് മെഷീന് വേണ്ടിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് അവർ റിലീസ് ചെയ്തായിരുന്നു. ഇതൊരു ക്ലൗഡ് സർവീസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് എമർജൻസി ആയിട്ട് ഏതൊരു അപ്ഡേറ്റും റോൾ ഔട്ട് ചെയ്യാൻ സാധിക്കും. സോ എല്ലാ വിൻഡോസ് ഏജൻസിനുമായിട്ട് റിലീസ് ചെയ്ത അപ്ഡേറ്റിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇഷ്യൂ കൊണ്ടാണ് ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് എറർ ഉണ്ടാവാനായിട്ടുള്ള കാരണം. നേരത്തെ പറഞ്ഞതുപോലെ കേണൽ ലെവലിൽ നിന്നിട്ടാണ് ഈ ഡ്രൈവർ റൺ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് OS ലോഡ് ചെയ്യുന്നതിന് അഫക്റ്റ് ചെയ്യും. ഈ സെൻസർ അപ്ഡേറ്റ് ഡിസേബിൾ ചെയ്ത ഒരു സിസ്റ്റത്തിന്റെ അകത്ത് പോലും അതിനെ ഓവർറൈഡ് ചെയ്തിട്ട് പുതിയ അപ്ഡേറ്റ് വന്നു എന്ന് ഞാനൊരു യൂസർ പോസ്റ്റ് ചെയ്ത് വായിച്ചിരുന്നു. സോ ഇതിന്റെ റെസ്പോൺസിബിലിറ്റി പൂർണ്ണമായിട്ടും ക്രൗഡ് സ്ട്രൈക്ക് എന്നുള്ള കമ്പനിക്കാണ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ഒന്നുകിൽ ഈ ബഗ്ഗി ആയിട്ടുള്ള ഡ്രൈവർ റിമൂവ് ആകണം, അല്ലെങ്കിൽ വർക്കിംഗ് ആയിട്ടുള്ള കറക്റ്റ് ഡ്രൈവർ റീപ്ലേസ് ആവണം. അതുവരെ ഇതിങ്ങനെ ബൂട്ട് ലൂപ്പ് ആയിട്ട് കിടക്കും. സോ ഈ വിൻഡോസ് മെഷീനെയും ഈ സർവീസുകളൊക്കെ ആശ്രയിച്ചിരിക്കുന്ന എല്ലാ ഓർഗനൈസേഷന്റെയും വർക്ക് അതോടെ പെൻഡിങ്ങിലായി. എയർലൈൻസ്, ബാങ്ക്സ്, ഹോസ്പിറ്റൽസ്, ഗവൺമെന്റ് ഏജൻസീസ് അടക്കം ഒരുപാട് ഓർഗനൈസേഷൻ ഇത് കാര്യമായിട്ട് തന്നെ ബാധിച്ചു. ഈവൻ 911 എമർജൻസി സർവീസിന് പോലും ഇത് ബാധിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. നമ്മൾ യൂസ് ചെയ്യുന്ന പല സർവീസസിലും, ഉദാഹരണത്തിന് റെയിൽവേ സ്റ്റേഷൻ, സെൽഫ് ബുക്കിംഗ് കയോസ്കുകൾ, എയർപോർട്ടിലും മറ്റും കാണുന്ന ഡിസ്പ്ലേകൾ അല്ലെങ്കിൽ ATM മെഷീൻ, ഇതിലൊക്കെ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന ഒരു വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും. ഉദാഹരണത്തിന് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു സെൽഫ് സർവീസ് കയോസ്കിൻ്റെ അകത്ത് ഒരു വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ആ ബുക്ക് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ അത് ഫുൾ സ്ക്രീനിലാക്കി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മൾ ആ സ്ക്രീൻ മാത്രമായിരിക്കും കാണുന്നത്. അത് മേ ബി ഒരു ടച്ച് സ്ക്രീനൊക്കെ ആയിരിക്കും. പക്ഷേ ആക്ച്വലി അത് OSൻ്റെ അകത്ത് റൺ ചെയ്യുന്ന ഒരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഒരു ബ്രൗസറിൻ്റെ അകത്ത് റൺ ആവുന്ന ഒരു വെബ് ആപ്ലിക്കേഷനോ ഒക്കെ ആയിരിക്കും. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബൂട്ട് ചെയ്ത് വന്നാൽ മാത്രമാണ് ഇത് വർക്ക് ചെയ്യുള്ളൂ. OSന് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സ്ക്രീനിൽ കാണുന്ന ആ എറർ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എയർപോർട്ടുകളിലും മറ്റ് ഡിസ്പ്ലേ സ്ക്രീനിലും ഒക്കെ ഈ ബ്ലൂ സ്ക്രീനിൻ്റെ എറർ കണ്ടത്. മുമ്പ് വിൻഡോസിൻ്റെ പഴയ വെർഷൻ്റെ ഒക്കെ അപ്ഡേറ്റ്സ് മൈക്രോസോഫ്റ്റ് സ്റ്റോപ്പ് ചെയ്തിരുന്നു. അതിൽ ഒരുപാട് ATM കൗണ്ടേഴ്സ് അഫക്റ്റഡ് ആയിരുന്നു. ആ കാലത്ത് ഒരുപാട് ATM കൗണ്ടേഴ്സ് പഴയ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ റൺ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ടെക്നോളജിനെ എന്തുമാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് ഈ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ടെക്നോളജി ഇഷ്യൂവിന് വേണ്ടി വന്നാൽ ഈ ലോകത്തിനെ കുറച്ചു നേരത്തേക്ക് നിശ്ചലാക്കി വെക്കാൻ പറ്റും. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടാക്കാൻ പറ്റും. ഈ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ഒരു വർക്ക് അറൗണ്ട് ക്രൗഡ് സ്ട്രൈക്ക് തന്നിരുന്നു. സേഫ് മോഡിൽ വിൻഡോസ് ബൂട്ട് ചെയ്യുക, സിസ്റ്റം 32 ഡയറക്ടറിയുടെ അകത്ത് ഡ്രൈവേഴ്സ് ഡയറക്ടറിയിൽ ക്രൗഡ് സ്ട്രൈക്കിന്റെ ഡ്രൈവർ ഫയൽ ഡിലീറ്റ് ചെയ്യുക. ഇതായിരുന്നു അവർ തന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത്. ക്രൗഡ് സ്ട്രൈക്കും വിൻഡോസ് ഇതിനുള്ള പാച്ച് റിലീസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഇഷ്യൂ ഈസി ആയിട്ട് പരിഹരിക്കാൻ പറ്റും. പക്ഷേ ഇഷ്യൂ ഉള്ള ഓരോ ഇൻഡിവിജ്വൽ സിസ്റ്റവും അത് പ്രോപ്പറായിട്ട് റിക്കവർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്. അത് ഒരുപാട് ടൈം എടുക്കുന്ന പ്രോസസ്സായിരിക്കും. ലോകത്തിന്റെ ഏതോ ഒരു കോണിലിരിക്കുന്ന ഒരു ഡെവലപ്പർക്ക് സംഭവിക്കുന്ന ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും അതിന്റെ
ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. സോ ബേസിക്കലി ഈ എററിന്റെ കാരണം ഈ ക്രൗഡ് സ്ട്രൈക്ക് കമ്പനിയിലെ ഏതോ ടീം അല്ലെങ്കിൽ ഏതോ ഒരു ഡെവലപ്പർ എഴുതിയ കോഡിന്റെ ഇഷ്യൂ ആയിരിക്കാം, അത് പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്യാത്തതിലുള്ള ഇഷ്യൂ ആയിരിക്കാം. സോ നമ്മൾ എഴുതുന്ന കോഡ് അത് എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ഒരൊറ്റ ഇൻസിഡന്റ് മതി. ഫ്ലൈറ്റ് ബുക്കിംഗ്, ബാങ്കിങ്, ന്യൂസ് ബ്രോഡ്കാസ്റ്റിംഗ് മുതലായിട്ടുള്ള പല കാര്യങ്ങളും തടസ്സപ്പെടുത്തിയെന്ന് പറയുമ്പോൾ ഇതിന്റെ ഇമ്പാക്ട് എന്തുമാത്രമാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. സോ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയുടെ പാർട്ടായിട്ടുള്ള നമ്മളെ സംബന്ധിച്ച് സേഫ് ആയിട്ട് കോഡ് ചെയ്യുക, പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിലും മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ദിസ് ഇസ് ടിൻറ്റു സൈനിങ് ഓഫ്.